ജസ്റ്റ് ഒരു മലയിലൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാ രാവിലെ. സർപ്രൈസ് വിളിച്ചു. ഞാൻ വ്യൂ കാണിച്ചു തരാം. കപ്പലണ്ടിയും ജ്യൂസും സാധനമൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓ നല്ല അടിപൊളി. ഓ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റു. ഓ ഇതിനിടയിൽ എനിക്ക് ഷിയോമി കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഐറിഷ് ഷോക്സും ചോക്ലേറ്റ്. താങ്ക് യു. ഹൗ വാസ് യുവർ സ്ലീപ്പ്? Good. Very good. I feel like 10 hours sleep. Do you remember Android Kunnappan movie? Nothing. ഇന്നലെ ഞാനും ഷിയോമിയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മൂവി കാണുമായിരുന്നു. ഷിയോമി കിടന്നുറക്കം, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനും കിടന്നുറക്കം. ഇവിടെയാണ് കിടന്നത്. താഴെ നമ്മൾ പ്രൊജക്ടറൊക്കെ വെച്ച്, ഇവിടെ പ്രൊജക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ കാണുന്ന ഇതിൽ പ്രൊജക്ടറൊക്കെ വെച്ച് ഇവിടെ ഇന്ന് രാത്രി സിനിമ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഉറങ്ങിപ്പോയി. രാത്രി നമ്മൾ കഴിക്കാൻ വെച്ച മുന്തിരിയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വ്യൂ കണ്ടോ, മലയും മല പിന്നെ ഇതാണ് കട്ടില്. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഐ ആം വെരി സോറി. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ചിക്കന്മാരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഓ എൻ്റെ കാലിവിടെ കൊണ്ടു. സ്മോൾ ഇഞ്ചുറി. ഈ തടിയിൽ കൊണ്ടു കേട്ടോ. തടി നല്ല വേദന എടുക്കുന്നു. രാവിലെ ആയതുകൊണ്ട് വേദന എടുക്കുമ്പോൾ ഭയങ്കര വേദന കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നലെ ഇവിടെയാണ് പ്രൊജക്ടറിലൊക്കെ നമ്മൾ സിനിമയൊക്കെ കണ്ടത്. പിന്നെ അയ്യോ ഞാനൊരു അബദ്ധം പറ്റി കേട്ടോ. എൻ്റെ ഇതിവിടെ ഇരിക്കട്ടെ. ഓ മൈ ഗോഡ്, ഐ ആം അഷേംഡ് നൗ. ഐ ആം ബിറ്റ് അഷേംഡ്. എൻ്റെ ചട്ടിയിൽ കുറച്ച് ഒളമുണ്ട് കേട്ടോ. ഷിയോമി രാവിലെ എണീറ്റിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം, എൻ്റെതും ഷിയോമിയുടെ ഡ്രസ്സെല്ലാം ഉണക്കാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കുവാണ്. എൻ്റെ ചട്ടിയുടെ തുളയൊക്കെ കണ്ടു കാണും. അയ്യോ, ഇതാണ് നമുക്കിവിടെ ഉള്ള പൂള്. You took my underwear? Yeah. You put it there? Yeah. I'm ashamed now. Because there are some holes, you know. I don't care. I feel like I am your mom, you know. നാറി. അതാ ഓട്ടയെന്ന് പറഞ്ഞാൽ വലിയ ഓട്ടയാണ് കേട്ടോ. കാരണം ഇനി നാട്ടിൽ പോയിട്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇനി ഇപ്പം അടുത്ത് ചട്ടി വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തോ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ? എനിക്ക് എപ്പോഴും ഈ ചട്ടിയിൽ തുള വീഴും കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല. പുതിയതാണ് വാങ്ങുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചട്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കരോള വാങ്ങിച്ചു വയ്ക്കും. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ നിന്ന് അടിച്ചു പറ്റി കൊണ്ടുവരും. പക്ഷേ നമ്മൾ രാവിലെ നമ്മുടെ സ്ഥലത്തു നിന്ന് ഇറങ്ങി സൗത്ത് വില്ല ഇവിടെയാണ് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തുണി കഴുകാൻ പറ്റി. നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. എൻ്റെ തുണിയെല്ലാം കഴുകിയിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സ് വിട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ ചെയ്തത്. അവിടെ ഇവരുടെ കുറേ ഫീൽഡും സംഭവങ്ങളൊക്കെയാണ്. സമയം 8 മണിയായി രാവിലെ. ഇവിടെ കുറേ ഒലിവ് ട്രീകൾ, വില്ലേജാണ് കേട്ടോ. ആളുകൾ താമസിക്കുന്ന വില്ലേജും സംഭവങ്ങളൊക്കെ ആയി മുഴുവൻ ഭാഗത്തും. തിരിച്ച് നടക്കാൻ പോയിട്ട് റൂമിലോട്ട് വന്നിട്ട് സൂപ്പ് കുടിക്കാൻ വേണ്ടി പോവാം. ഇവിടെ ഇരുന്ന് നല്ല വെയിൽ കേട്ടോ. സൂപ്പ് കുടിച്ചിട്ട് നമ്മൾ ലഫ് കൗൺട്രി കാസ്, ഇതാണ് കേട്ടോ ഇവരുടെ അക്കോമഡേഷൻ്റെ പേര്. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ വരുന്നെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. Let's go, show me. Let's go for a ride. Today you are driving. Come on, let's go. No way. Do you want? Come on. Are you sure? Come on. No. How do you know? How do I know? Like put there, yeah. Yeah. Turn. Which way?
വണ്ടി ഓണാക്കാൻ പോലും അറിഞ്ഞുകൂടാ. Alright. Yeah. That's heavy. Heavy? Yeah. Okay. Do you want me to drive? നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സൗണ്ട് കണ്ടില്ലേ? ഇതിന്റെ സൗണ്ട് എന്ന് പറയാം. നമ്മൾ ഇന്നലെ റെൻ്റ് എടുത്ത വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ റെൻ്റൽ വണ്ടിയാണ്. 50 cc ഉള്ള വണ്ടി അവർ തരോളൂ എന്ന് പറഞ്ഞു, ലൈസൻസ് അനുസരിച്ചിട്ട്. Let's go. Let's go. Let's That's go my to license. So weak license. Bad. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. Let's go. വണ്ടി ഓഫ് ആവണല്ലോ. ഏരിയൊക്കെ കയറാൻ ഭയങ്കര പാടാ. നമ്മളിനി റോഡിലോട്ട് പോവാണ്. നമ്മൾ ജസ്റ്റ് ഒരു മലയിലൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാം രാവിലെ. ഈ കാണുന്ന ഒരു വില്ലേജിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. മനോഹരമായിട്ടുള്ള ഒരു മണക്കൂസ് വില്ലേജ് ആയിരുന്നു. നമ്മുടെ മെയിൻ റോഡ് എത്താറായി. ഈ കാണുന്നതാണ് മെയിൻ റോഡ്. കണ്ടില്ലേ, ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയാൽ വേറെ വലിയ മെയിൻ റോഡാവും. നമ്മൾ ഈ ഭാഗത്തോട്ടാണ് ഇനി വണ്ടി ഓടിച്ച് പോകുന്നത്. അതാണ് യഥാർത്ഥ മലയാളം. സോറി. നല്ല മനോഹരമായിട്ടുള്ള വില്ലേജ്. ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. പിന്നെ ആളുകൾ ഇതുപോലുള്ള ഇവിടെ ഇങ്ങനെ ഈ ഹോം സ്റ്റേകൾ, Airbnb സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇതുപോലെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ആപ്പിൾ, അനാറ്, നമ്മുടെ മാതളം, അതിൻ്റെ മരങ്ങളും സംഭവങ്ങളൊക്കെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. രാവിലെ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. നമ്മൾ പോകുന്ന വഴി കല്ല് വെച്ചുള്ള അടുക്കിയ വീടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു മദാമ പ്രായമുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഹലോ. നമ്മളൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോവുകയാണ്. ചെറിയ വില്ലേജുകൾ. റോഡ് ഇനി അങ്ങോട്ട് ഡർട്ട് റോഡാണ് കേട്ടോ. ഇതുപോലുള്ള റോഡാണ്. ഇവിടെ ഒരു കുതിരയുടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീട് അവിടെ എവിടെയോ ആണ് കേട്ടോ. കറക്റ്റ് നമുക്കറിയില്ല. മനോഹരം കേട്ടോ. ഇവിടെ കർഷകർ ഇതാ വിളവെടുക്കുന്നു. ഇവിടെ ആളുകളൊക്കെ നടന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈക്കിംഗ് പോയിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ആളുകൾ പോകുന്നത്. ഞാൻ മാപ്പിൽ കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലമൊക്കെ. പട്ടിയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ധൈര്യം കുറയും കേട്ടോ. അതാണ് എനിക്കുള്ള ആവശ്യം. ഹലോ. നമ്മൾ ഇങ്ങനെ വഴിയിൽ നിന്ന് വന്ന സമയത്ത് കണ്ടൊരിതാണ് കേട്ടോ. നീയേ എൻ്റെ അമ്മോ, ഗുഹയാണോ എന്തോ, ഇങ്ങനെ ഒരു ഗുഹ പോലത്തെ ഒരു സാധനം. നമ്മളങ്ങനെ ഏതൊക്കെയോ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ഇങ്ങോട്ട് വണ്ടി പോകാൻ പറ്റുമോ അതോ നടന്നു മാത്രമേ പോകാൻ പറ്റുള്ളൂ? സോറി, ഇവിടെ നടന്നു പോകാൻ പറ്റൂല, നടന്നേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് അങ്ങോട്ട് വരുമ്പോൾ വഴി മാറിയോ? വഴി വാവ്, ആമ കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. നോക്കിക്കേ, ആമയെ കണ്ടു വഴിയിൽ. മിനു അകത്തോട്ട് ഒതുക്കി കേട്ടോ തല. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ നേച്ചറിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. യു ഹാവ് എ സർപ്രൈസ്. നോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി വെറും ഒരു വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. നോ സർപ്രൈസ്, സോറി, ജസ്റ്റ് എ വ്യൂ. ഓ, വരുന്ന വഴി ആമയൊക്കെ കണ്ടു കേട്ടോ. അതാണ് അടിപൊളി. എൻ്റെ ക്യാമറ തുടച്ചില്ലല്ലോ, തീരുന്നില്ല. ഇനി മല കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. മല കയറി നമ്മൾ കടലിൻ്റെ ഒരു വ്യൂ എത്തും. അതാണ് പരിപാടി. Close your eyes. Okay. Close, okay? Yeah. Don't open. Yeah. Don't ever. My. Okay. Everything okay. Don't worry. Everything okay. അങ്ങനെ ഷിയോമിക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കണം. Don't open. Yeah. Okay. It's frozen. Don't open.
Slowly. Slowly. Don't open. Yeah. Don't open. Oh, what is that? You can go. Wait. Yeah. Like this side. Slowly. Okay. Down. Okay, I don't see. Okay, but down. I pick it for Down. and Down. yeah. Now you can close the eyes. Okay. Please close the eyes. Slowly down. Yeah. Slowly. Oh, there's already music. Something Slowly. sounds. There's someone. Okay. Don't close. Don't open. Don't open. Yeah. Don't open. It's okay. It's okay. Don't open. Don't open. It's a bit up. Bit up. Don't open. Yeah. Bit down. 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 Yeah. Stop. I don't see, but like. Okay. You can look down and get down, but don't open. Okay. Don't open. Yeah. Down here. Yeah. Yeah. Okay. Wait. Don't open, please. Yeah. Yeah. Only look down and come here properly. Yeah. Some more. Wait. Don't open. Yeah. Don't open. Yeah. I don't. Okay, wait. Close your eyes. Now close your eyes. Close your eyes. Okay. 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 Ready? Yeah. 1, 2, 3, start. Open. Wait. Oh my god. സർപ്രൈസ് വിളിച്ചു. ഞാൻ വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക് കൂടി കേട്ടോ. ഇതാണ് നമ്മുടെ വ്യൂ. Amazing. Oh my god. കണ്ടില്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ വ്യൂ. ഇവിടുത്തെ വ്യൂ സത്യം പറഞ്ഞാൽ ഒരു മാസ്മരിക അന്യായ വ്യൂ കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ മറീനയാണ്. ബോട്ടുകൾ ഒതുക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഫുൾ ഇതുപോലുള്ള ഐലൻഡ് ഇത് കണ്ടില്ലേ? അവിടെ എല്ലായിടത്തും ബോട്ടുകൾ, ട്രിപ്പൊക്കെ പോകുന്ന ബോട്ടുകൾ കണ്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാസ് പട്ടണം. ഈ കാണുന്നതാണ് കേട്ടോ കാസ് ഓൾഡ് ടൗണൊക്കെ. അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെയും ചെറിയ ബോട്ടൊക്കെ ഒതുക്കിയിടുന്ന മറീന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള കുറേ ബോട്ടുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രിപ്പ് ആളുകളെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ ഇസ്താംബൂളിൽ നിന്ന് വന്നിട്ട് കാറൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് ഇവിടെ കുക്ക് ചെയ്തതാ. ഈ ഒരു വ്യൂ പോയിന്റിലിരുന്ന് ചായ കുക്ക് ചെയ്യുന്നു. ഇവിടെ ദാണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളി. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്ന് കാറിൽ കിടന്ന് രാവിലെ ആയപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു നേരത്തെ ഡ്രസ്സ് ഇടാത്തോണ്ട് കാണിക്കേണ്ടെന്ന് പറഞ്ഞു. ഹലോ. Hey, how are you? Good. Salam alaikum. Walaikum salam, brothers. What's your name, bro? Ozal ഇസ്താംബൂളിൽ നിന്ന് വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm coming from Istanbul. ഇസ്താംബൂളിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്നാണ്. ഇവിടെ എന്തോ വെള്ളത്തിൻ്റെ ടാങ്കാണോ. പിന്നെ ഇവിടെ ഒരു കുഴിയാണ് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ കച്ചറയൊക്കെ ഇട്ടിട്ട് കൊതലാക്കിയിട്ടേക്കുക. നമ്മൾ നേരത്തെ കണ്ട അമ്മച്ചി അതുകൊണ്ട് മല ഇറങ്ങി താഴോട്ട് പോവാണ്. അവർ ഇനി മെയിൻ റോഡിലോട്ട് അവിടെ കണ്ടില്ലേ അങ്ങോട്ട് അവർ മല ഇറങ്ങി പോകും കേട്ടോ. ആ ഒരു ഭാഗത്തോട്ട് ഇതിലൂടെ ഇങ്ങനെ മല ഇറങ്ങി പോകാൻ പറ്റും. ഹൈക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. How are you feeling? You look so sad. I think you didn't like this place. What do you mean? Oh jeez, that's the best morning I ever had. I keep thinking, like, I mean, I'm for sure I'm gonna still remember for all my life, you know. That's my last 29 in the morning. You know? It's gonna be 30 tomorrow. Yeah. നാളെ ഷിയോമിക്ക് 30 വയസ്സാവും. 29 വയസ്സ്. Last morning of 29 years old. Yay. Last morning for 20s. Yeah, exactly. Now ഷിയോമിയുടെ 30-ാം വയസ്സിന് മുന്നേയുള്ള അവസാന രാവിലെയുള്ള സുപ്രഭാത കാഴ്ച. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്ഥലത്ത് വന്നു. യെസ്, നമ്മൾ ഇനിയിപ്പോൾ പോയാണ് വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇന്ന് മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ നോക്കണം കേട്ടോ എന്താണ് പ്ലാനെന്ന്. ഈ സ്കൂട്ടർ 125cc ഒക്കെ വല്ല വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ഓക്കെ. ബൈ, സീ യു. It's so bad. Bye. Let's go. Yes.
നമ്മൾ ലാസ്റ്റ് അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. ഇവിടെ നിന്ന് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുവാണ് കേട്ടോ. സൂപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. കുറച്ച് ലേറ്റായി, 11 മണി അടുപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ 11 മണി കഴിഞ്ഞപ്പോഴാണ് ഇതാണ്ട് പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കുറച്ച് ഇവിടുത്തെ ഇവരുടെ ഒരു ഭക്ഷണമാണ്. പിന്നെ രാവിലെ ചായ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ടൂണുണ്ട്, ടൂണയും ഇതൊക്കെ വെച്ച് നമ്മളൊരു ഭക്ഷണം ഇന്ന് കൃത്രിമ ഭക്ഷണം ഇത്. പിന്നെ ഞാൻ 2 ടൊമാറ്റോ ഇതിനെ പിഴിഞ്ഞ് ടൊമാറ്റോ പേസ്റ്റ് ആക്കും. അതൊക്കെയാണ് പരിപാടി. നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കി. നമ്മൾ സൂപ്പും ഇതൊക്കെ ഇട്ട് കൊളാബറേഷനാണ്. കൊളാബറേഷൻ ഞാൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞപ്പോൾ കൊളാബറേഷൻ നമ്മൾക്ക് മനസ്സിലായി. ചില കൊളാബറേഷൻസ് അഴുക്ക പോലെ ചെയ്യുമ്പോൾ അത് വരുന്ന ഒരു ഔട്ട്കമ്മിനാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. കൊളമാക്കിയതിനെ പറയുന്നത്. സ്ക്യൂസി ടൊമാറ്റോ. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്നോ ടേസ്റ്റ് കാണുമെന്നോ പഠിച്ചാനറിയാം. അവിടെ നമ്മുടെ സൂപ്പ് ഇത് വാങ്ങിച്ചപ്പോൾ നമുക്കെല്ലാം കൂടെ എത്ര 1500 രൂപയുടെ സാധനമാണ് കേട്ടോ. ഇത് ഇവിടെ കഴിക്കുന്നുവാണെങ്കിൽ 3500 രൂപ ആകും കേട്ടോ. 3000 അല്ല, അതിൽ കൂടുതലാവും. ഇവിടെ നല്ല വിലയല്ല ഫുഡിന്. I think it's okay. So nice. Good. Maybe that's too much. അവസാനം നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. Yay! I actually really wanted to make breakfast today, but then you already prepared everything. That was my plan. ഞാൻ വെച്ചാൽ ഇന്നലെ ഷിയോമിയാണ് ഡിന്നർ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. പിന്നെ ടൈം കിട്ടിയില്ല. ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സൂപ്പ്, ഇവിടെ നമ്മൾ ഒലിവ്, നമ്മുടെ ഇത് ടൊമാറ്റോ എല്ലാം കൂടെ ഇതിട്ടിട്ടുള്ള ഒരു ഭക്ഷണം നമ്മളിനി കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പൂളിൽ ഇറങ്ങണം. പക്ഷേ ഇവിടെ തണുത്ത വെള്ളം ചൂടാക്കാൻ വേണ്ടി ഇവിടെ കെറ്റിൽ കണക്കിന് ഇവിടെ ഒരു കെറ്റിൽ നമ്മൾ വെള്ളം ചൂടാക്കുന്നു. അവിടെ ഇവിടെ എല്ലാം വെള്ളം ചൂടാക്കിയിട്ട് ഇത് കൊണ്ടുപോയി നമ്മൾ അതിലൊഴിക്കും. എന്നിട്ട് പൂളിൽ ചാടാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. ഇന്നും നമ്മൾ ഇവിടെ തന്നെയാണ് ഇന്നും ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2ാമത്തെ ദിവസം ഈ ഒരു സ്ഥലത്ത് തുണിയെല്ലാം കഴുകിയിരിക്കുന്നു. എൻ്റെ ജട്ടിയുടെ ഹോൾ കണ്ടിട്ടില്ല. ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ സീയിങ് മൈ അണ്ടർവെയർ ഹോൾ? You never seen such holes? I can buy a new one for you. പറയാ ഞാൻ പുതിയത് എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് കേട്ടോ. എൻ്റെ ഹോള് കണ്ടിട്ട് നെട്ടിപ്പോയി. രാവിലെ കണ്ടില്ല കേട്ടോ. അവളാണ് പോയി ഉണക്കാൻ ഇട്ടത് പോലും, എന്നിട്ട് കണ്ടില്ല. ഇപ്പം വീണ്ടും just threw it away. I'm so minimalistic, sorry. അവളായിരുന്നെങ്കിൽ അത് കളഞ്ഞേതാന്നാണ് പറഞ്ഞത്. അത്രയും ഹോള് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ചട്ടി പുതിയത് എല്ലാം ഹോള് വീണോണ്ടിരിക്കും. കാരണം ഇത് ചൂടായിട്ടുണ്ട്. Be careful. Okay. How many times do I need to do? നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. Where? Front center. That's freaking out. Like, do you remember yesterday? Beach. Oh. Come on. No, to where? Down through here? ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് വെള്ളത്തിൽ. തണുത്തു. ഓ പഠിച്ചോനെ, എങ്ങനെയായിരിക്കും എന്തോ അറിയില്ല. നോക്കട്ടെ, ഇറങ്ങി നോക്കാം. ഇറങ്ങി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. Can I jump? Go ahead. Oh. It's okay. If you go down, it's okay. Enjoy. Okay. Okay, bye. Well, I try to sit down there. Can you take a picture? നമ്മൾ വീണ്ടും ഇന്നത്തെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ തന്നെ
ഓക്കെ ലെറ്റ്സ് ഗോ. ഈ വണ്ടി ഓടിച്ച് ഞാൻ മരിക്കും കേട്ടോ. 10 മിനിറ്റ് റൈഡിന് എനിക്ക് ഓടിക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ 25 മിനിറ്റ് ആണ് കേട്ടോ. പേടിച്ചോയി. 10 മിനിറ്റ് റൈഡിന് 25 മിനിറ്റ് ഒക്കെ ഓടിക്കണം. കണ്ടില്ലേ, ഇത് ഒരു പൊക്കവും കയറൂല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. ഇന്നിവിടെ നല്ല മഴക്കോളാണ് കേട്ടോ ഇന്നായപ്പോ. ഇന്ന് നമ്മുടെ കാസ് താഴ്വരയിൽ മഴയാവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് മൂടിയായിട്ട് കിടക്കുന്നത്. എന്ത് രസമല്ലേ. വാവ്, അടിപൊളി. ഇതാണ് നമ്മുടെ കാസ് ടൗണ്. താഴോട്ടാണ് കേട്ടോ നമ്മളെ ടൗണിലോട്ട് പോകുന്നത്. ഇന്നലെ ഈ കയറ്റമാണ് നമുക്ക് വണ്ടി കൊണ്ട് കയറാൻ പറ്റാത്തത്. ഈ വണ്ടിയൊക്കെ പോകുന്ന വണ്ടിയില്ലേ, നമ്മുടെ ഈ വണ്ടി കൊണ്ട് ഈ തേരി കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത്രയ്ക്ക് കുത്തനെ കയറ്റം ഇറക്കോ. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് മോട്ടോർ ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. അവരുടെ തുർക്കിഷ് ഫ്ലാഗ് ഇട്ട് മനോഹരമായിട്ടുള്ള കഫേയും വഴികളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇവരുടെ കാർപ്പറ്റിൻ്റെ കടകൾ. നമ്മൾ നാളത്തേക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടൈം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം ആക്കിയത്. ഇവിടെ ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്ത ഇതുപോലത്തെ ഷട്ടിൽ വണ്ടികൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഇതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി ബസ്സൊക്കെ കിട്ടിയ ലാഭം. നമ്മൾ രാവിലെ പോയി വ്യൂ കണ്ട ഭാഗം ആ കൊടി കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വ്യൂ കണ്ട ഈ കാണുന്ന മറീനയൊക്കെ നമ്മൾ മുകൾ ആകാശ ദൃശ്യം കണ്ടില്ലേ, അത് ആ ഒരു ഭാഗത്തിൽ നിന്നായിരുന്നു കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു ബീച്ച് ഭാഗത്തോട്ട് പോവാണ്. ഇവിടെ എല്ലാ ബീച്ചിലും ആളുകളാണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, മനുഷ്യന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കണ്ടില്ലേ കാറുകൾ. ഇവിടെ എന്തോ ഇവരുടെ മോട്ടോർ സൈക്കിൾ റാലിയാണ്. നമ്മൾ അവസാനം ഒരു ബീച്ച് ഇവിടെ കണ്ടെത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് തണുപ്പായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആളുകൾ താണ്ടേ ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ കുറേ ആളുകൾ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ പ്രൈവറ്റ് ബീച്ചാണ് കേട്ടോ. അവർ പൈസയൊക്കെ കൊടുത്തിട്ട് എന്തോ കയറ്റുന്ന പ്രൈവറ്റ് ബീച്ചാണ്. 9 മണി മുതൽ 7 മണി വരെ. നമ്മളിവിടെ വന്നിട്ട് പരവതാനിയൊക്കെ ഒഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ അയ്യോ, നമ്മൾ ഇത്രയും നേരം ഒരു വെയിലും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ വെയിൽ കൂടി. നല്ല പെബിൾസ് കേട്ടോ. നല്ല അടിപൊളി ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. നൈസ് റൈറ്റ്. It's so cold. Yeah. Come on. Oh, look at that. There's a fish there. No? മീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മീന് ഇവിടെ പയ്യന്മാരെല്ലാം കളിക്കുക. ഭയങ്കര തണുപ്പ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ പുറത്തുള്ള ചൂട് മാത്രമേ ഉള്ളൂ, അകത്ത് ഭയങ്കര തണുപ്പും എന്തോ പോലെ. ഞാൻ എന്തായാലും ഇനി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ കാണാം. ഞാൻ പോയിട്ട് ക്യാമറ എന്തായാലും വെക്കട്ടെ. ഇനി വെള്ളത്തിൽ നനച്ച് എൻ്റെ ക്യാമറ ഇതാക്കുന്നില്ല കേട്ടോ. ഇന്നലത്തെ ബീച്ചിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഇന്ന് ഇവിടെ എന്തോ പോലെ കേട്ടോ. ഇന്നത്തെ ഒരു വലിയൊരു ഇതിൽ. ഓക്കെ, I think it's fine. നമ്മൾ ഇന്നത്തെ കുറച്ച് കപ്പലണ്ടിയും ജ്യൂസും സാധനമൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓ, നല്ല അടിപൊളി കടല കേട്ടോ. ഇവിടെ ആരോ ഡ്രോണൊക്കെ പറത്തുന്നുണ്ട് അവിടെ മുകളിൽ നിന്ന്. ഇത് മഴക്കോള് കണ്ടില്ലേ, ഫുള്ള് ക്ലൗഡിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പാരാഗ്ലൈഡിങ് ഒക്കെയാണ് കേട്ടോ ആകാശത്തൂടെ. ഇവിടെ ഒരു ഫുള്ള് ഇവിടെ റഷ്യൻ ഭാഷ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇവിടെ 10 കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടുതൽ ആളുകളും സംസാരിക്കുന്ന റഷ്യനാണ് എല്ലാ ആൾക്കാരും. സോ കാർമേഘങ്ങൾക്കിടയിലൂടെ കാർമേഘം കൊണ്ട് ഇപ്പം മഴ പെയ്യും കേട്ടോ. മിക്കവാറും ഫുള്ള് മഴ പെയ്യുന്ന കോള് നല്ല പോലെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. വെള്ളത്തിൽ കിടന്ന് നീരാടി ഉപ്പാട് വന്ന് എൻ്റെ ദേഹമൊക്കെ ഉപ്പായി കേട്ടോ. ദേഹത്ത് ഫുൾ ഉപ്പായി. നീരാടി വെയിലത്ത് ആളുകൾ വരും, വേറെ അതിന് പകരം വേറെ ആൾക്കാർ വരും. ഫുള്ള് അടിപൊളി കേട്ടോ. പക്ഷേ വെള്ളത്തിന് കുറച്ച് തണുപ്പുണ്ട്. ഇവിടെയും വിൻ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഷ്യോമി. ലെറ്റ്സ് ഗോ. നമ്മൾ വണ്ടി താണ്ട ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ അനങ്ങാത്ത വണ്ടി, 50 cc വണ്ടി. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹാൻഡിപ്പലകോ ആണ് കേട്ടോ. അതായത് വാവ്, ഇത് പഴയ ഇവിടുത്തെ ഒരു
തിയേറ്റർ ആയിരുന്നു. ഒരു പഴയ ഇവിടുത്തെ ഫെലോസ് എന്ന് പറയുന്ന പഴയ ഇവരുടെ സിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. വാവ്, ഇതായിരുന്നു പണ്ടത്തെ ഏൻഷ്യൻ സിവിലൈസേഷൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു പഴയ ഒരു തിയേറ്റർ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, അടിപൊളിയായിട്ടോ സ്ഥലം കാണാനായിട്ട്. ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ നോക്കിക്കേ, അടിപൊളിയായിട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്, വേറെ ലെവൽ. It's okay. I was a little bit. Maybe you can stay here. I'll take one. ഒരു പുള്ളിക്കാരിക്ക് ഫോട്ടോ എടുത്തുകൊടുക്കുവാണ്. Here? Yeah. Так, нормально руки. И к шляпе. You will get at least one picture from this. Yeah. Thank you. Where are you from? From Turkey. From Turkey. Okay. Where are you? Hindustan. Hindustan. Yeah. തശക്കുറ. അവിടെ നിന്ന് ഞാൻ ഷിയോമിയെ ഷോപ്പിങ്ങിനാക്കിയിട്ട് ഞാനിവിടെ നടന്നു പോകുന്നത് എനിക്ക് ഷിയോമിക്ക് വേണ്ടി ബർത്ത്ഡേക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കടയിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഫുള്ള് എല്ലാം സുവനീഴ്സ്, ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ, ഇതിങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര ടൂറിസ്റ്റിക് ഏരിയ ആണ് കേട്ടോ. ഫുള്ള് ടൂറിസ്റ്റുകളാണ് ഇവിടെ. റഷ്യൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മളൊരു അരമണിക്കൂർ റൈഡ് ചെയ്ത് ഇവിടെ സൺസെറ്റ് സ്പോട്ടിന് വേണ്ടി വന്നതാണ്. സൺസെറ്റിന് വേണ്ടി വന്നപ്പം സണ്ണെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം ഇവിടെ എല്ലാവരും പാവം സൺസെറ്റിന് വന്നപ്പോൾ സണ്ണില്ല കേട്ടോ. അയ്യോ പാവം. It's beautiful, yeah. ഇവിടെ എല്ലാവരും ഓരോ ആളുകൾ കാമുകിയും കാമുകന്മാരായിട്ട് വരുമ്പോൾ ഞാൻ മാത്രം എൻ്റെ സുഹൃത്തുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചതാണ്ട് 20 മീറ്റർ വ്യത്യാസത്തിൽ നിന്ന് സൺസെറ്റ് കാണുന്നുണ്ടല്ലേ. ഇവിടെ ഓരോ ആൾക്കാർ കണ്ടില്ലേ. എന്ത് ചെയ്യാൻ, ഒറ്റയ്ക്കായി പോയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭാഗ്യമില്ല. നമ്മൾ സുഹൃത്തുക്കൾ മാത്രം കുറേ ഉണ്ട്. നാളെ നമ്മൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കപ്പലിൽ നാളെ ട്രിപ്പ് പോകും കേട്ടോ. അതാണ് നാളത്തെ നമ്മുടെ പ്ലാന്. നാളെ നമ്മൾ ഇപ്പുറത്ത് ഇതുപോലെയൊക്കെ കുറേ ഐലൻഡൊക്കെ കാണുന്നില്ലേ, അവിടെയൊക്കെ നമ്മൾ പോകും. അതാണ് കേട്ടോ. അതുകൊണ്ട് നാളെയും കൂടി നമ്മളിവിടെ ഉണ്ട്. നാളെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അന്റാലിയയിലോട്ട് പോകും. അന്റാലിയയിൽ നമ്മൾ 2 രാത്രി, ഇന്ന് രാത്രിക്കും നാളെ രാത്രിക്കും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമ്മളവിടെ ക്യാൻസൽ ചെയ്തു. കാരണം നാളെ ബോട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പ്ലാൻ. ഇവിടെ സൺസെറ്റ് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ പുറകിൽ ആരോ 2 പേരുണ്ടല്ലോ, 2 ചെറിയ ബോട്ട് പുറകിൽ. ഇവിടെ സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. നമ്മൾ അസ്തമിച്ച് ലേറ്റ് ആയപ്പോഴാണ് വന്നത്. അവിടെയും നോക്കിക്കേ, അവിടെയും കാമുകനും കാമുകിമാരും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തും കണ്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അവസാനം വീട്ടിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ ഇവിടെ രാത്രി ആയപ്പോൾ ഇവിടുന്ന് മ്യൂസിക് ഷോ എന്താ നടക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അവിടെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വൈബ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ, സംഭവങ്ങൾ കണ്ടില്ലേ രാത്രി. ഓക്കെ ഓക്കെ. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റ്, നമ്മൾ ബീച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് താണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭക്ഷണമെന്ന് നോക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയപ്പം അവരെനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. Tashakkur Adrian. ഷിയോമിക്ക് കൊടുത്തു. നമ്മളിവിടെ നിന്ന് അടിപൊളി ചിക്കൻ സൂപ്പ്, ഇവിടെ ദാണ്ട് സാലഡ്, പിന്നെ ഇവരുടെ ചട്നി സംഭവങ്ങൾ, ബ്രെഡ്, പിന്നെ നമ്മുടെ മീറ്റ് അവിടെ ഓർഡർ ചെയ്തത് വരുവാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ജന്മദിനത്തിനൊക്കെ നമ്മൾ മുറിക്കുന്ന ഒരു സാധനമില്ലേ, മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ മനസ്സിലാവും. അത് ഞാൻ പുള്ളിക്കാരി അറിയാതെ പോയി വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ വണ്ടിയിലകത്ത് വെച്ചു. പക്ഷെ തണുപ്പിക്കണമല്ലോ, കാരണം 1 മണിക്കൂറായി ഇപ്പോൾ വണ്ടി ഓട്ടിച്ചാണ് വന്നത് ഇങ്ങോട്ട്. ഞാൻ പയ്യെ ഈ കടക്കാരൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ സുഹൃത്ത് അറിയണ്ട,
പറ്റുമെങ്കിൽ അത് തണുപ്പിക്കാനൊന്ന് പോയി, എന്നിട്ട് അത് പയ്യെ എടുക്കണം. വീട്ടിൽ പോയിട്ട് പാതിരാത്രി 12 മണിക്ക് വിളിച്ചിട്ട് എന്താ പറയുക ഇതെല്ലാം ചെയ്യണം. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ജന്മദിനാശംസകളെന്ന് എഴുതിയത്, വയസ്സ് എഴുതിയത്, അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതെല്ലാം ഒന്ന് അലങ്കരിക്കാനുണ്ട്. നമ്മുടെ ഫുഡ് അവസാനം വരുന്നു. തഷക്കുറുദ്രയും ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. ഇവിടെ മീറ്റ് കുറേ സാധനങ്ങളുണ്ട്. ഇനി നമ്മളിതെല്ലാം കഴിക്കാൻ വേണ്ടി പോവാണ്. കുറേ ഭക്ഷണമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ തക്കാളി, മുളക് കരിപ്പിച്ചത്, ചിക്കൻ വിങ്സ്, അത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതാ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. 10 കിലോമീറ്ററോളം പോകണം കേട്ടോ ഈ തണുപ്പത്ത്. അയ്യോ, മരവിച്ച തണുപ്പെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെ അല്ല. അതായത് ഈ വണ്ടിയുടെ സൗണ്ട് മറ്റേ എയർപ്ലെയിനിൽ പോകുന്ന പോലെയാണ് കേട്ടോ സൗണ്ട് ഇതിൻ്റെ.